നാട്ടിലെ പ്രമാണിയായ ഒരു അപ്പൂപ്പൻ പെട്ടെന്നൊരു ദിവസം മരിച്ചുപോവുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുന്നേ വയാഗ്ര കഴിച്ചതുകൊണ്ട് തന്നെ മരിച്ച ശേഷവും പുള്ളിയുടെ സാധനം പൊങ്ങി തന്നെ നിൽക്കുവാണ്. അപ്പൂപ്പന് 2 ആൺമക്കളാണുള്ളത്. അവരിത് കണ്ടിട്ട് ആകെ ഷോക്കാവും. അവര് താഴ്ത്താൻ വേണ്ടിയിട്ട് പല വഴി നോക്കുമെങ്കിലും ഒന്നും വർക്കാവില്ല. അപ്പോഴേക്കും അവരുടെ അമ്മയും ഒരു ആന്റിയും അങ്ങോട്ട് വരും. ഇത് കണ്ട് അവരും എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുവാണ്. ഇത് താഴാതെ മരിച്ച വിവരം നാട്ടുകാരെ അറിയിക്കാൻ പറ്റില്ല. കുടുംബത്തിന്റെ അഭിമാനം പോകുമല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ അവർ അപ്പൂപ്പനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളതാണെങ്കിൽ ഒരു ലേഡി ഡോക്ടറോട് ഈ കാര്യം പറയാൻ നാണക്കേടുണ്ടായിരുന്നിട്ടും അവരെങ്ങനെയൊക്കെയോ ഡോക്ടറിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഡോക്ടർ അവരോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയും. ഡ്യൂട്ടി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്ന് നോക്കാമെന്നും പറയും. ആ സമയം മൂത്ത മകൻ ഒരു മെയിൽ ഡോക്ടറിനെ വീട്ടിലേക്ക് അയച്ചാൽ മതി എന്നവരോട് പറയും. അതുപോലെ തന്നെ ഡോക്ടറിനോട് ഇത് മറ്റാരും അറിയരുതെന്നും പറയും. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വഴി ആൺമക്കൾ അവരുടെ ഭാര്യമാരെ വിളിച്ച് കാര്യം പറയും. അങ്ങനെ അവരും വീട്ടിലേക്ക് വന്ന് ഇതൊക്കെ കണ്ട് വിചലംബിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ പറഞ്ഞിട്ടൊരു ഓഫീസർ വരും, ഡെത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓഫീസർ അത് കാണാതിരിക്കാൻ വേണ്ടി അവരുടെ അമ്മ ഡെഡ് ബോഡിയുടെ മുകളിൽ കയറി കിടക്കും. മരണവീടായിട്ടും അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ആ ഓഫീസറിനോട് ഡൗട്ട് തോന്നും. അയാൾ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം മരണവിവരം അറിയിക്കണമെന്ന് അയാൾ പറയും. എന്നിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റും കൊടുത്ത് അയാൾ അവിടുന്ന് പോകും. വേറെ വഴിയില്ലാതെ ആൺമക്കൾ രണ്ടും കൂടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് സംഭവം ഫിക്സ് ചെയ്യും. പക്ഷേ അതും വർക്കൗട്ട് ആവൂല. ടേപ്പൊക്കെ ഇളകി പോകും. ഈ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഇളയ മകന്റെ ഒരു ഫ്രണ്ട് അവനെയും കൂട്ടിയിട്ട് ഒരു സ്വാമിയെ കാണാൻ പോകും. ആ സ്വാമിയെ കൊണ്ട് ഇതെല്ലാം ശരിയാക്കാൻ പറ്റുമെന്നാണ് ആ ഫ്രണ്ട് പറയുന്നത്. അവർ പോയി കഴിയുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വരും. അയാൾ പരിശോധിച്ചിട്ട് അത് സർജറി ചെയ്ത് റിമൂവ് ആക്കണമെന്ന് പറയും. എന്നാൽ അവരമ്മ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയ ഡോക്ടർ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് ആ സ്വാമി അവിടേക്ക് വരുന്നത്. സ്വാമിയാണെങ്കിൽ ആള് മാറി ഡോക്ടറുടെ ബലൂൺ പൊട്ടിക്കാൻ നോക്കും. അതോടെ ഡോക്ടർ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. ഇതെല്ലാം കണ്ട് പ്രാന്ത് പിടിച്ച മൂത്ത മകൻ സ്വാമി അവിടുന്ന് ഓടിച്ചുവിടും. അപ്പം നോക്കുമ്പോൾ അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു സ്പീക്കറിൽ കൂടെ മരണമൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു കാർ വരുന്നുണ്ട്. കൂടെ കുറെ നാട്ടുകാരും. ഈ സിനിമയുടെ പേര് പെരിസ് എന്നാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കാത്തിരിക്കാൻ താല്പര്യമില്ലാത്തവർ പോയി കാണുക. താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് 2 ഈസ് ഓൺ ദ വേ. ആ മൂത്ത മകൻ ഡെഡ് ബോഡി ഒരു ടേബിളിൽ ഇരിക്കുന്നത് പോലെ സെറ്റ് ചെയ്യും. അപ്പോഴേക്കും ആ വീട്ടിലേക്ക് നാട്ടുകാരെല്ലാം എത്തിത്തുടങ്ങും. വന്നവരൊക്കെ ബോഡി എന്താ ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ടീച്ചർ ആകാനായിരുന്നു ആഗ്രഹം. അത് നിറവേറാതെ മരിച്ചത് കൊണ്ട് തന്നെ ബോഡി ഇങ്ങനെ വെക്കണമെന്ന് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്ന് അവർ അവിടെ വന്നിരുന്നവരോടെല്ലാം പറയും. അപ്പൂപ്പന്റെ ഒരേ ഒരു അനിയൻ അപ്പോഴേക്കും അവിടേക്ക് വരും. അയാൾക്ക് ഡെഡ് ബോഡി അങ്ങനെ വെച്ചിരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടില്ല. അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ പോയൊരു മൊബൈൽ മോർച്ചറി സെറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ ബോഡി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയം തന്നെ അപ്പൂപ്പന്റെ അനിയൻ വന്ന് പൊങ്ങി നിൽക്കുന്നത് കാണും. എന്നാൽ എല്ലാവരും കൂടി അയാൾക്ക് കുടിച്ചത് കൊണ്ട് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വട്ടാക്കി വിടും. ഈ സമയം തന്നെ ആ മൊബൈൽ മോർച്ചറി എടുത്ത കടയിലെ ജോലിക്കാരനെ ഒരു മാല മോഷണത്തിന് പോലീസ് പിടിക്കും. അവനാണെങ്കിൽ ആ മാല ഈ ഡെഡ് ബോഡി ഇരിക്കുന്ന മോർച്ചറിയിൽ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസ് പറഞ്ഞിട്ട് ആ കടക്കാരൻ മാല എടുക്കാൻ വേണ്ടിയിട്ട് ആ മരണ വീട്ടിലേക്ക് വരും. മരണ വീട്ടിലാണെങ്കിൽ പെട്ടെന്നൊരു പെണ്ണ് അവിടേക്ക് വന്നിട്ട് അപ്പൂപ്പന്റെ ബോഡി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അതാരാന്ന് ആർക്കും അറിയില്ല. എല്ലാവരും കൺഫ്യൂസ് ആയി നിൽക്കുക. സംഭവം അപ്പൂപ്പന്റെ ചിന്ന വീടായിരുന്നു ആ പെണ്ണ്. അതറിഞ്ഞതോടുകൂടി അവിടെ ആകെ വഴക്കാവും. അതിനിടയ്ക്ക് ആ മോർച്ചറി കടക്കാരൻ വന്ന് മാല എടുക്കാൻ നോക്കുമെങ്കിലും നടക്കില്ല. ആ പെണ്ണിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവരെ വീട്ടുകാരെല്ലാം പറയും. പക്ഷേ അവൾ പോകാൻ കൂട്ടാക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി എല്ലാവരും കൂടി ആ മോർച്ചറിയുടെ മുകളിൽ വീണ് അത് പൊട്ടിപ്പോകും. ആ വീഴ്ചയിൽ അപ്പൂപ്പന്റെ കൊടിമരവും ഒടിഞ്ഞു പോകും. അത് കണ്ടതോടെ എല്ലാവരും ഹാപ്പിയാവും. ഇനിയിപ്പോ ഒന്നും മറയ്ക്കാനില്ലല്ലോ. മോർച്ചറിക്കാരൻ ഈ ഗ്യാപ്പിൽ ആ മാല എടുക്കുകയും ചെയ്യും. അങ്ങനെ അവസാനം കാര്യങ്ങളൊക്കെ ഓക്കെയായി അപ്പൂപ്പനെ അടക്കം ചെയ്യും. അപ്പോൾ സിനിമ തീർന്ന് ശുഭം.